എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. ഒളിമ്പസിന്റെ ഫ്രൈഡേ വിസ്ഡം പ്രോഗ്രാമിലേക്ക് വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങാം. വിരുന്നുപോക്ക് കുട്ടിക്കാലത്ത് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, വിരുന്നു പോവുക എന്നുള്ളത്. ഈ സ്കൂളിന്റെയും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളുടെയും ഒക്കെ ആവർത്തനങ്ങളിൽ നിന്നും മാറിയിട്ട് ബന്ധുക്കളുടെ വീട്ടില് ഒന്ന് പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറെ കൂട്ടുകാരുണ്ടാവും, അവിടുത്തെ കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവും. എല്ലാ വീട്ടിലും വിരുന്നു പോകാൻ നമുക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചില വീടുകളിൽ, അതായത് നമുക്ക് സ്വീകാര്യതയുള്ള ചില വീടുകളിലൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെ വിരുന്നു പോയി ശീലിച്ച ഒരു ബാല്യം നമ്മളിൽ മിക്കവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നില്ല ഞാൻ, മിക്കവർക്കും ഉണ്ടാവും. നമ്മളിൽ മിക്കവർക്കും അതുണ്ട് എന്ന് പറയുമ്പോൾ ആധുനിക കാലത്തെ കുട്ടികളിൽ പലർക്കും അത് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. പലർക്കും തന്റെ വീടിനപ്പുറത്ത് മറ്റൊരു വീടിന്റെ പ്രവർത്തന ഘടന എന്താണെന്ന് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ സാമൂഹ്യ ജീവിതത്തിന് ഉതകുന്ന രീതിയിലായിരിക്കില്ല ജീവിച്ചു പോവുക. അവിടെ അവരവരുടെ വീടുകളിൽ ജീവിക്കുന്ന സമയത്ത് അത് മനസ്സിലാകണം എന്നൊന്നുമില്ല. പക്ഷെ മറ്റൊരാളുമായിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും പഠനമൊക്കെ കഴിഞ്ഞ് ഒരു തൊഴിൽ കിട്ടി വേറെ വല്ലയിടം പോയി നിൽക്കേണ്ടി വരുമ്പോൾ, ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് ബന്ധുവീടുമായിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ ഒക്കെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരും. കുറച്ചുകൂടെ കഴിഞ്ഞ് ജീവിതത്തെ ശരിക്കും അഭിമുഖീകരിക്കുന്ന സമയത്താണ് സാമൂഹ്യമായ ബന്ധങ്ങളുടെ കാര്യത്തില്, സാമൂഹ്യമായ ഇടപെടലുകളുടെ കാര്യത്തില് നമുക്ക് അപാകങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാവുക. അത് നമ്മുടെ വ്യക്തിഗതമായ ചില പരിമിതികളായി പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തേക്കുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ ഒരു വിഷയമായിട്ട് നമ്മൾ ഇന്നെടുത്തത്. ഈ കഴിഞ്ഞൊരു ദിവസം എൻ്റെ അച്ഛന്റെ ശ്രാദ്ധത്തിന് ഞാൻ ഈ അച്ഛന്റെ മരുമക്കളെയൊക്കെ ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ക്ഷണം നടത്തിയത് എൻ്റെ ഒരിക്കലല്ല, ഒരു വീട്ടിൽ വെച്ച് ഒരു ക്ഷണം നടത്തിയപ്പോൾ അവിടെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോ അതില് എൻ്റെ അച്ഛന്റെ പെൺമരുമകൾ ഒരാളെ ക്ഷണിച്ചു, ശ്രാദ്ധത്തിന് ക്ഷണിച്ചപ്പോ അത് കണ്ടുകൊണ്ടിരുന്ന ഒരു ആൺമരുമകൻ, വേറൊരു അമ്മായിയുടെ മോൻ പറഞ്ഞു, പെൺകുട്ടികളെ ക്ഷണിക്കരുത്, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയവരാണ്, അവരെ ക്ഷണിക്കരുത്. അപ്പോ അച്ഛന്റെ മരുമക്കളെല്ലാം വന്നു ചേരുക എന്നുള്ളതാണ് നമ്മുടെ ചടങ്ങിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത്, കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞു, പിന്നെ അവർ ഈ കുടുംബത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് അവരെ വിളിക്കരുത്. മാത്രമല്ല, അവർക്കൊക്കെ ഓരോ ജോലികളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഇങ്ങനെ ഓരോന്നിനും വിളിച്ചു കൂട്ടിയാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് എൻ്റെ ഈ വിരുന്നുപോക്ക് എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ഒരു ചിന്ത എന്നിൽ ഉണ്ടാവുകയും അത് ഇവിടെ ചില സംസാരങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഇവിടെ ഒന്ന് സംസാരിക്കേണ്ടതാണല്ലോ എന്ന്. മറ്റൊരു കഥ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ കഥകളിലൂടെ നമുക്ക് പോവാം. എൻ്റെ കുടുംബം കാർഷിക പാരമ്പര്യമുള്ള കുടുംബമാണ്, കർഷകരൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷെ എൻ്റെ സ്ട്രീമിൽ വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ, അമ്മ, അച്ഛന്റെ ചെറിയച്ഛൻ, അങ്ങനെയുള്ളവര്, ഇവരൊക്കെ അധ്യാപകരാണ്. ഇങ്ങനെ പരമ്പരയായിട്ട് അധ്യാപകരായിട്ട് വന്നിട്ടുള്ളവരാണ്. അമ്മയുടെ കുടുംബവും അതുപോലെ മൊത്തം അധ്യാപകരാണ്. അപ്പോ 2-3 തലമുറയായിട്ട് അധ്യാപനം തൊഴിലാക്കിയവരായതുകൊണ്ട് അക്ഷരങ്ങളുമായിട്ടും പുസ്തകങ്ങളുമായിട്ടാണ് അവർക്ക് ബന്ധം. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചു വളർന്ന വീട്ടില് ഞാൻ കണ്ടു വളർന്നത് ലൈബ്രറിയാണ്. എനിക്ക് കളിപ്പാട്ടങ്ങളായിട്ട് കിട്ടിയതൊക്കെ പുസ്തകങ്ങളാണ്. എന്റെ ചെറിയ കാലത്തെ കാര്യമാണ് പറയണ്ടോ, ഇപ്പൊ എനിക്ക് പുസ്തകങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോ പുസ്തകങ്ങളാണ് ഒരു വീടിന്റെ അടിസ്ഥാനം എന്നാണ് എന്റെ കരുതലുണ്ടായിരുന്നത്. പക്ഷെ സ്കൂൾ പൊട്ടുന്ന സമയത്ത് എൻ്റെ അച്ഛന്റെ ബന്ധുവീടുകളിൽ
അമ്മയുടെ ബന്ധുവീടുകളിലൊക്കെ എന്നെ കൊണ്ടുപോകും. സ്കൂള് ഉള്ളപ്പോഴും അവിടെ എന്തെങ്കിലും ചടങ്ങുകൾ വരുമ്പോൾ കൊണ്ടുപോകും. സ്കൂള് പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവധി കാലത്ത് എന്നെ അവിടെ താമസിക്കാനൊക്കെ കൊണ്ടുപോയി വിടാറുണ്ട്. അത് അവരുടെ നിർബന്ധങ്ങളുണ്ട്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാൽ ഇഷ്ടമല്ലാത്തതുമായ സമ്മിശ്രമായിട്ടുള്ള ഒരു തോന്നലുണ്ടാക്കിയത് എന്റെ വളരെ ഗ്രാമ്യമായി ജീവിക്കുന്ന ഒരു അമ്മായിയുടെ വീട്ടിലാണ്. കാരണം അവിടെ ആകെ മനോരമ പത്രവും മനോരമയും മംഗളവും ഈ വാരികകളുണ്ടല്ലോ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ലൈബ്രറി ഇല്ല. അപ്പൊ എന്റെ നോട്ടത്തിൽ അതൊരു വീടായിട്ട് എനിക്ക് തോന്നിയില്ല. ലൈബ്രറി ഇല്ലാത്തൊരു വീട്, അതെന്ത് വീടാണെന്ന്. പക്ഷെ ഉച്ചക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എന്താ അറിയോ, നല്ല ഭയങ്കര ടേസ്റ്റാണ് ഭക്ഷണത്തിന്. അപ്പൊ അവിടെ ഈ സവാരി വണ്ടി എന്ന് വെച്ചാൽ കാള പൂട്ടിയ ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടി, ചരക്ക് കിടത്തുന്ന അല്ലെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടി, അത് ഉപയോഗിച്ചിട്ട് അവിടുന്ന് കുറെ ദൂരത്തുള്ള ടൗണിലേക്ക് ഏട്ടൻ പോകും. ഏട്ടൻ്റെ കൂടെ ഞാൻ ആ സവാരി വണ്ടി കയറി പോകും. അവിടെ ചെന്നിട്ട് പിണ്ണാക്ക് വാങ്ങിക്കും വരും, മണ്ണെണ്ണ, പഞ്ചസാര, ചായപ്പൊടി, ഉപ്പ്. അച്ഛന്റെ കൂടെ ഞാൻ കടയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കും. ഇവര് വീട്ടിലേക്ക് വേണ്ടതൊന്നും വാങ്ങിക്കില്ല. അപ്പൊ ഇത് ആദ്യം ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെയാണ് ഞാനത് കുറച്ച് മുതിർന്നാൻ തുടങ്ങിയപ്പോഴാണ്, ഒരു 7-8 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവരിതൊന്നും വാങ്ങിക്കില്ല. പക്ഷെ ഉച്ചയ്ക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. അത് എന്റെ വീട്ടിൽ കിട്ടില്ല അങ്ങനെ ഒരു ടേസ്റ്റ്. അതിൽ പരിപ്പുണ്ട്, പയറുണ്ട്, എല്ലാ പച്ചക്കറികളും ഉണ്ട്. അത് മാത്രമല്ല അമ്മായി ഉണ്ടാക്കുന്ന ഈ കൊണ്ടാട്ടം അല്ലെങ്കിൽ വട്ടൽ എന്നൊക്കെ പറയുന്നതല്ലേ, അരിക്കൊണ്ടാട്ടം ഒക്കെ, അതിനൊക്കെ അപാര ടേസ്റ്റാണ്. എന്നാലും അവിടെ ലൈബ്രറി ഇല്ലല്ലോ. അതുകൊണ്ട് ആ വീട് ബോർ ആണ്. എന്നാലും ഞാൻ അമ്മായിയുടെ കൂടെ മറ്റേ വയലിലേക്കും തോട്ടത്തിലേക്കും പോണ സമയത്ത് അവിടെ നിറയെ ജോലിക്കാരൊക്കെ ഉണ്ടാവും. അമ്മായി അവരോട് പല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കും. ഞാൻ എന്റെ ഇടയിൽ കൂടെ ഓടി നടക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാല്, വൈകിട്ട് മറ്റേ തോട്ടത്തിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാല് കുറെ കടല, പിന്നെ തേങ്ങ, ശർക്കര, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അവർ തരും. ഈ ശർക്കര കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു സംഗതി, ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇതിന്റെ ഒരു സംഗതി എനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നീട് എന്റെ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് തുടങ്ങി കമ്മ്യൂണിലൊക്കെ ജീവിച്ച് സാമൂഹ്യ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും അറിയലുകളും ഒക്കെ ഉണ്ടായി. പ്രത്യേകിച്ചും വായന നിർത്തുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോ ആണ് ഞാൻ കൂടുതൽ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയും അനുഭവിച്ചതിനെ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിലൂടെ കടന്നുപോയത്. നമ്മൾ സ്വാശ്രയത്വത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സുസ്ഥിര ജീവനത്തിന് വേണ്ടി സ്വാശ്രയത്വമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്വാശ്രയത്വത്തിന്റെ ഒരു മോഡൽ എന്ത് എന്നുള്ള അന്വേഷിച്ചപ്പോഴാണ്, എന്റെ ഉള്ളിലൂടെ ഒരു യാത്ര നടത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എന്റെ അമ്മായിയും കുടുംബമൊക്കെ ജീവിച്ചിരുന്നു സമ്പൂർണ്ണ സ്വാശ്രയത്വത്തിലായിരുന്നു. അവരെ കറപ്റ്റ് ചെയ്യാൻ ആ മംഗളം പത്രം, അവിടെ ആ നാട്ടിലെ ലാൻഡ് ലോഡുകളായതുകൊണ്ട് അവിടെ മംഗളം പത്രവും മനോരമ പത്രവും ഒക്കെ അവിടെ കൊണ്ടിടുന്നുണ്ടെങ്കിലും ഇത് വൈകിട്ട് അമ്മാവൻ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരിക്കുമെങ്കിലും അതവരെ സ്വാധീനിക്കുന്നില്ല. പിന്നെ ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് അല്പം മംഗളം മനോരമയുള്ള മറ്റേ പൈങ്കിളികളൊക്കെ അവർക്ക് കുറച്ച് താല്പര്യം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അവരെ മറ്റൊന്നും സ്വാധീനിക്കുന്നില്ല. അവര് സ്വാശ്രയത്വത്തിലൂടെയാണ് പോയത്. അതിനുശേഷം പിന്നെ അവിടുത്തെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ കോളേജുകളിലൊക്കെ പോയി പഠിച്ചു. ഏട്ടൻ മിലിറ്ററിയിലായി, ചേച്ചിമാരൊക്കെ ജോലിക്കൊക്കെ പോയി, ഏട്ടന്മാരൊക്കെ അങ്ങനെ ജോലികളിലൊക്കെ ആയി, സർക്കാർ ജോലികള്. അപ്പോ ജോലികളുടെ തിരക്കുകളിലായി. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തെ ഭക്ഷണത്തിന്റെ രുചി കുറഞ്ഞു. അവർക്ക് വിവരമില്ല എന്ന് കരുതിയിരുന്ന ഒരവസ്ഥയിൽ അവർ കൂടുതൽ വിവരങ്ങൾ തേടിപ്പോയപ്പോ ആ വീടിന്റെ സ്വാശ്രയത്വം പോയി. ഇത് എനിക്ക് മനസ്സിലാക്കാൻ 10, 20, 25 വർഷങ്ങൾ വേണ്ടി വന്നു. അതിന്റെ സമ്പൂർണ്ണ അവസ്ഥ മനസ്സിലാകാനായിട്ട്, അവരിൽ തന്നെ ഈ മാറ്റം ഉണ്ടാകുന്നത് കാണാനായിട്ട് വേണ്ടി വന്നു. എനിക്കിത് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവയെ അനുഭവിക്കുകയാണ്. എന്റെ വീട്ടിലെ ഒരു സാഹചര്യം, ഒരു വ്യക്തിയുടെ, ഞാൻ 8 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള പാരഡൈം, ഉപബോധ ചിത്രം ഉണ്ടാകുന്നത്. ഇതാണ് ജീവിതം, ഇതാണ് ലോകം, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് ഇതിന്റെ ബേസിക് നോംസ് എന്നുള്ള ജീവിതത്തെ കുറിച്ചുള്ള ബേസിക് നോംസ് ഒക്കെ ഞാൻ പഠിക്കുന്നത് എന്റെ ആ ബാല്യത്തിൽ നിന്നാണല്ലോ. അതിന്റെ ഇടയിൽ തന്നെ ഞാൻ കണ്ടു മനസ്സിലാക്കിയ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഇവയെ എനിക്ക്
പരസ്പരം കണക്ട് ചെയ്യാൻ വളരെ പെട്ടെന്ന് പറ്റി. എന്റെ പരിചയത്തിലെ ചില കുട്ടികൾ ഇപ്പോ അവർ വിരുന്ന് പോവാറില്ല. വിരുന്ന് പോവാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ പോയി അവിടെ കാഴ്ചക്കാരായിട്ട് അവിടെ ഇരിക്കുന്നു, ആ ഇരിപ്പ് മുറിയിൽ തന്നെ ഇരിക്കുന്നു. അതിനുമപ്പുറത്ത് ഒരു കാര്യത്തിലും അവർ ഇടപെടാറില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു വിശകലനം ഉണ്ടാവും. ആ വിശകലനം വെച്ചാൽ അവർ ചെയ്ത് അത് ശരിയാവില്ല, ഇത് ശരിയല്ല എന്നുള്ള ചില വിശകലനങ്ങൾ ഉണ്ടാവും. ആ വിശകലനം അച്ഛനും അമ്മയും പറയും, ആ പറയുന്നത് കുട്ടികൾ കേൾക്കും. അപ്പോ ശരിയല്ലായികകളുടെ ഒരു പാരഡൈം കൂടെ, അതായത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് ശരി, മറ്റുള്ള വീടുകളിൽ ചെയ്യുന്നത് ശരിയല്ലാത്തതുമായിട്ടുള്ള ഒരു പാരഡൈം കൂടെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതും ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലങ്ങളിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് എന്റെ വലുതായിട്ടുള്ള, അതായത് മുതിർന്നതിന് ശേഷമുള്ള ജീവിതത്തിന് ഇന്ന വ്യത്യസ്ത മുഖങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് എന്റെ പല വീടുകളിൽ, എന്ന് വെച്ചാൽ അച്ഛന്റെ വീട്ടിൽ പോകുന്ന സമയത്ത്, അച്ഛന്റെ ഒരു അമ്മായിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ തറവാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം വായിക്കാൻ കിട്ടിയ പുസ്തകങ്ങളിലൊന്നും ദാസ് ക്യാപിറ്റല. അത് വേറൊരു രീതി. അവർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവര് ഒരു 10 ഏക്കർ സ്ഥലത്ത് നിന്ന് കപ്പ കൃഷി ചെയ്തിട്ടാണ് അന്നത്തെ അവസ്ഥയെ സർവൈവ് ചെയ്തത്. അപ്പോൾ കൃഷിയിലൂടെ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് മനസ്സിലായി. ആ വീടിന്റെ പുറകില് ഇങ്ങനെ ഒരു കുന്നാണ്. കുന്നിന്റെ പുറകിൽ ഗവൺമെന്റ് ഫോറസ്റ്റ് തുടങ്ങുകയാണ്. ആ ഫോറസ്റ്റ് കയറി ഇറങ്ങി ചെറിയ കാലം മുതൽ കയറി ഇറങ്ങിയാണ് ഞാൻ കാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയത്. പിന്നെ എല്ലാ വർഷവും കുറെ മാസം കാട്ടിൽ പോയി ജീവിക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ഞാൻ ഒരു അധ്യാപക കുടുംബത്തില് ജീവിച്ച് പുസ്തകങ്ങൾക്കിടയിൽ മാത്രം ജീവിക്കുകയായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഞാനിപ്പോ 2 ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. കാടിനോട് ചേർന്നിട്ടുള്ള എന്റെ അമ്മ വീടും പിന്നെ വയലും ഒക്കെയുള്ള ഒരു അമ്മായിയുടെ വീടും മാത്രമല്ല, ഇതുപോലെയുള്ള കുറേയേറെ വീടുകൾ. ഇതല്ലാതെ അച്ഛന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്. എന്റെ 4ാം ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ച ഒരു ജയപ്രകാശ് ഉണ്ട്. ജയപ്രകാശ് ഇവിടെ ഒക്കെ വിട്ടുപോയി. പോയതിനു ശേഷം അവന്റെ അമ്മയും അച്ഛനും അവനും ഒക്കെ കൂടെ കുറച്ചു മുതിർന്ന ശേഷം ഞാൻ 8ലോ മറ്റോ പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് അച്ഛനോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്നെയും കൂട്ടി അവരുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അത് വേറൊരു കാസ്റ്റ്, വേറൊരു സിസ്റ്റത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കുറെ അനുഭവങ്ങൾ, ഇത്തരം അനുഭവങ്ങൾ ഞാൻ നേടിയപ്പോൾ, സ്വാംശീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എന്താ വെച്ചാല് ലോകത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയാണ്. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ അത് തെറ്റ്, ഇത് ശരി എന്നുള്ള രീതിയിൽ നിരൂപിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പകരം വ്യത്യസ്ത ശരികൾ അവിടെയെല്ലാം ഉണ്ടെന്നും ഇവ തമ്മിലുള്ള പാരസ്പര്യത്തിലൂടെയാണ് ഞാൻ നിലകൊള്ളേണ്ടതെന്നും എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയത് ഈ വിരുന്നുപോക്കിൽ നിന്ന്. ഓരോ വ്യക്തികളും ഓരോ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന രീതി, എന്റെ ആ കുട്ടിക്കാലത്ത് തന്നെ എന്റെ അച്ഛനും അമ്മയും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിഭിന്നമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. കുട്ടികൾക്ക് പ്രാധാന്യം ഉണ്ടാവുകയും കുട്ടികൾ പറയുന്ന കാര്യങ്ങൾക്ക് വില വല്ലാതെ കൊടുക്കുന്ന ചില പാരന്റ്സ്, കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത ചില പാരന്റ്സ്, ഇതെല്ലാം എന്റെ പലതരം ബന്ധുക്കളിൽ നിന്നും ആണ് ഞാൻ നേടിയത്. അതിലൊരു രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ എന്റെ അച്ഛൻ പാലക്കാടൻ സംസ്കാരത്തിൽ, അമ്മ തിരുവിതാംകൂർ സംസ്കാരത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ഈ 2 വഴികളിലുമുള്ള സ്ഥലത്ത് പോകുമ്പോൾ 2 തരം സംസ്കാരങ്ങളെ പരിചയപ്പെടാൻ കൂടെ എനിക്ക് പറ്റി. അതേസമയം അച്ഛന്റെ ഏറ്റവും മിത്രമായിട്ടുള്ള മാധവൻ വല്യച്ഛൻ വയനാടുകാരനാണ്. അത് മറ്റൊരു സിസ്റ്ററാണ്. അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അത് വേറൊരു ആദിവാസികളും പിന്നെ കുറിച്യരും ഒക്കെ പണി ചെയ്യാൻ കൂടുന്ന ആ ഒരു സിസ്റ്റത്തെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റും. ഇതെനിക്ക് കൈവന്നതെന്ന് വെച്ചാൽ എന്നെ വിരുന്നു പോകുവാൻ അച്ഛൻ എന്നെ അനുവദിച്ചു എന്നുള്ളതും അച്ഛൻ അതിന് മുൻകൈ എടുത്തു എന്നുള്ളതും കൊണ്ടാണ്. എന്റെ വീട്ടിൽ മാത്രം താമസിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു മനസ്സിലാക്കും എന്നുള്ളത് എന്റെ അച്ഛൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ പരിചയപ്പെടുത്താൻ അച്ഛൻ തയ്യാറായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു കാരണം പോലും ഇത്തരം യാത്രകളാകാം. പിന്നീട് ഞാൻ 94 മുതൽ കമ്മ്യൂണിനകത്ത് ജീവിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരിലും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സാമൂഹ്യമായ ഇടപെടലുകൾക്ക് പ്രാപ്തിയുള്ള വഴക്കമുള്ള ആളുകളെല്ലാം തന്നെ ചെറിയ കാലത്ത് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരനുഭവങ്ങളല്ല. അവരുടെ ചെറിയ കാലത്ത് അവര് കളിക്കാൻ പോയ വീടുകള്, അയൽപക്കത്തെ വീടുകള്, അതുപോലെ തന്നെ ബന്ധു വീടുകള്, സുഹൃത്തുക്കളുടെ വീടുകള്, ഇങ്ങനെയുള്ള വീടുകളിലും സ്ഥലങ്ങളിലുമൊക്കെ അവർ യാത്ര പോയതിന്റെ
അനുഭവങ്ങൾ, യാത്ര പോയി താമസിച്ച് ഒന്ന് പോയി തിരിച്ചു വരലില്ല, അവിടെ താമസിച്ച് അവിടുത്തെ മാവിൽ വലിഞ്ഞു കയറി അവിടുത്തെ അടുത്തുള്ള സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് കളിച്ച് വളരുന്ന സമയത്ത് അവർ സ്വായത്തമാക്കുന്ന കഴിവുകൾ, അവർക്ക് നൽകിയിട്ടുള്ള ജീവിതാനുഭവങ്ങളും ജീവിത ബോധ്യങ്ങളും അതിനനുസരിച്ചുള്ള അന്ന് തന്നെ സ്വായത്തമാക്കിയിട്ടുള്ള വഴക്കങ്ങളും അവർക്ക് തുടർന്നുള്ള സാമൂഹ്യ ജീവിതത്തിൽ വല്ലാതെ സപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ വൈകാരിക ബുദ്ധിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജീവിത കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലോ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ഇഴുകി പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുടെ കാര്യത്തിലോ ഒക്കെ ഒരു പ്രശ്നക്കാരാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവ്വത്തെ ചകഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ വീട് വിട്ട് വെളിയിൽ പോയിട്ടുണ്ടാവില്ല. അവർ കണ്ടു വളർന്നിട്ടുള്ളത് ഒരു അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ജീവിത പശ്ചാത്തലവും സ്കൂളും, ഈ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. മറ്റുള്ളവയൊന്നും പ്രാപ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിട്ട് ഇവർ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം പോലെ തന്നെ എന്റെ കമ്മ്യൂണിൽ എന്റെ കൂടെ വന്ന് ജീവിക്കാൻ തയ്യാറായ ആളുകൾക്കും ഇതേപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ എന്തു മാറ്റം ഉണ്ടാകുന്നുവെന്ന് കണ്ടു. കാലം കടന്നുപോയി. നമ്മൾ 94-ലാണ് കമ്മ്യൂൺ ഉണ്ടാക്കിയത്. 80-കളിലാണ് 70-കളിലും 80-കളിലുമാണ് എന്റെ ആ ബാല്യം കഴിഞ്ഞത്. 90-കൾ കഴിഞ്ഞിട്ട് ഇടക്കാലത്ത് നമ്മളെ കമ്മ്യൂണിന്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയ മാറ്റം വരുത്തി, ഒന്ന് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് തിരിച്ചു കൂട്ടിയപ്പോൾ അതൊരു ഗുരുകുലത്തിന്റെ രൂപത്തിലായിരുന്നു. അതിനുശേഷം പിന്നെ വളരെ അടുപ്പമുള്ള ചില ആളുകൾ വരികയും പിന്നെ സ്ഥിരം ആളുകൾ ഇല്ലാതാവുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വരുന്ന ആളുകൾ വളരെ ഫോർമലാണ്. അവർ വരും, നമ്മുടെ കൂടെ കൂടും, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. വോളണ്ടിയറിംഗ് ആണ്, സേവനമാണ്. സേവനം ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടി ചെയ്യും, വോളണ്ടിയറിംഗ് ചെയ്യും. പക്ഷെ അതിനകത്ത് ആത്മാവ് എന്നൊരു കാര്യം ഉണ്ടല്ലോ, ആത്മത്തെ തൊട്ടുകൊണ്ടുള്ള ഇടപെടലുണ്ടല്ലോ, എന്റേതാണെന്ന് കരുതിക്കൊണ്ടുള്ള ഇടപെടലുണ്ടല്ലോ, ഇതുണ്ടാകുന്നത് കാണാറുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ മധുരമായിട്ട് വിളിക്കാറുണ്ട് 2K കിഡ്സ് എന്ന് പറയുന്നത്. ആ 2K കിഡ്സ് അല്ലെങ്കിൽ 2Kയില് 2000-ന് ശേഷം ഒരു ബൗദ്ധിക വളർച്ചയിലേക്ക് എത്തിയ ആളുകൾ, അതിനു മുമ്പ് ശൈശവത്തിലൂടെ കൗമാരത്തിലൂടെ കടന്നിട്ട് അതിനും അപ്പുറത്തേക്ക് വളർന്ന ആളുകൾക്ക് ഇടപെടലുകളൊക്കെ ഫോർമലാണ്. അപ്പൊ ഇത്തരം ഫോർമാലിറ്റിയിലൂടെ ഡെവലപ്പ് ചെയ്തു വരുന്ന ആളുകൾ, അവർ കാണുന്ന ലോകം എന്ന് പറയുന്നത് യാന്ത്രികതയുടെയാണ്, കമ്പ്യൂട്ടറിന്റെ, മൊബൈലുകളുടെ അല്ലെങ്കിൽ അത്തരം ആൽഗരിതങ്ങളുടെ ഒരു ലോകമാണ്. അവർക്ക് ബന്ധത്തിന്റെ ഒരു ഇണക്കത്തിന്റെ ഒരു പ്രാധാന്യം അവർക്ക് ശരീരം കൊണ്ട് മനസ്സിലായിട്ടില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് പോട്ടെ, ശരീരം കൊണ്ട് മനസ്സിലാവുന്നില്ല. എന്താ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്ന ശരീരം കൊണ്ട് മനസ്സിലാകുന്നതിനുള്ള വ്യത്യാസം? ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യം കണ്ടു, ബുദ്ധി കൊണ്ട് അതിൻ്റെതാണ് വിശകലനം ചെയ്തു, അത് മനസ്സിലാക്കി, ഓക്കെ ഇതാണ് കാര്യം ഒന്ന് പിടികിട്ടി. ശരീരം കൊണ്ട് മനസ്സിലാക്കുന്ന ചില അതിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളുണ്ട്, ശരീരസ്മൃതികളെ ഉണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ട്. ഈ ഓരോ അനുഭവവും ശരീരത്തിൽ ഉണ്ടാക്കുന്ന വഴക്കമാണ് നമ്മുടെ ജ്ഞാനമായി മാറുന്നത്. മറ്റേത് നമുക്ക് ഡേറ്റയാണ്, ഇൻഫർമേഷൻ മാത്രമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള വിശകലനാത്മകമായ ഇൻഫർമേഷൻ മാത്രമാണ്. ആ ഇൻഫർമേഷൻ അല്ല, ഇവർക്ക് ജീവിതാനുഭവമായിട്ട് മാറുന്നു. ആ ജീവിതാനുഭവത്തിന്റെ ആവർത്തനങ്ങൾ അവർക്ക് ജീവിതത്തിൽ വെളിപ്പെടുത്താൻ കഴിയും. അവർ ഏത് സാഹചര്യത്തിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ആ ചുറ്റുപാടുമായി, പശ്ചാത്തലവുമായി, അവിടുത്തെ വ്യക്തികളുമായി, അവിടുത്തെ സാഹചര്യങ്ങളുമായി, സന്ദർഭങ്ങളുമായി ഉണ്ടാകുന്ന പ്രത്യേക സംഭവങ്ങളുമായിട്ടുമൊക്കെ പൊരുത്തമാകാൻ അവർക്ക് കഴിയും. അനുചിതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒരുവിധമൊക്കെ വഴക്കിയെടുക്കാനോ അല്ലെങ്കിൽ അതിനോട് അനുരൂപപ്പെടാനൊക്കെ അവർക്ക് കഴിയും. ഈ അനുരൂപനമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമാണ് ആധുനിക കാലത്ത് ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നഷ്ടമാകുന്നത്. അവർക്ക് അനുഭവം നഷ്ടമാകുന്നത് എവിടെ നിന്നാണ് എന്നുള്ള ഒരു അന്വേഷണത്തിൽ എനിക്ക് നല്ലപോലെ ബോധ്യം വന്നിട്ടുള്ള ഒരു കാര്യം ഈ വിരുന്നുപോക്കില്ലായികയാണ്. മറ്റൊരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിലും ഞാൻ അതിന് പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഒന്ന് വിരുന്നുപോക്കില്ലായികയാണ്. അപ്പൊ വിരുന്നു പോകുന്ന സമയത്ത് സത്യത്തിൽ നമ്മിൽ സംഭവിക്കുന്നത് ഈ ഇടപഴകൽ എന്നുള്ളതിന്റെ ആ ഒരു അനുരൂപനത്തിന്റെ ഒരു അവസ്ഥ, ശാരീരികമായ അനുഭവത്തിന്റെ അവസ്ഥ, വ്യത്യസ്ത കാലാവസ്ഥകളെ, വ്യത്യസ്ത സാഹചര്യങ്ങളെ, പശ്ചാത്തലങ്ങളെയൊക്കെ അറിയുന്നതിന്റെ അവസ്ഥ മാത്രമല്ല. ഇവിടെ ജൈവ സംവിധാനം നിലനിൽക്കുന്നത് ഒരു ജാലികാരൂപത്തിലാണ്. നമ്മൾ വ്യക്തിപരതയുടെ ആധുനികതയുടെ ഒരു കാലത്ത് ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കിയെടുക്കലാണ് ആധുനിക വിദ്യാഭ്യാസം ചെയ്യുന്നത്, അല്ലെ? അപ്പോ ആധുനിക വിദ്യാഭ്യാസം നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഇൻഡിവിജ്വലിസ്റ്റിക് കോൺസെപ്റ്റ്, തൊട്ടടുത്ത് ചേർന്നിരിക്കുന്നവരോട് മത്സരിക്കാൻ തോന്നുന്ന മനോഭാവം,
അവയോട് ചേർന്ന് പോകുക എന്നുള്ളതിന് ഈ പച്ചയായ ജീവിതത്തിൽ, നമ്മുടെ കോറായിട്ടുള്ള ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ കഴിയാത്തൊരവസ്ഥ. ഈ അവസ്ഥയിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആ ആൽഗരിതം ഉണ്ടല്ലോ, ആ ആൽഗരിതത്തിൽ വളരുന്നവരാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ അവര് ഈ നമ്മുടെ പഴയ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാൻ അവർ ഉപയോഗിച്ച രീതി എന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയാണ്. ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നമുക്ക് സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് വെച്ച് കിട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഈ ന്യൂക്ലിയർ കുടുംബങ്ങൾ ജീവിച്ചു തുടങ്ങിയപ്പോ ഈ ന്യൂക്ലിയർ കുടുംബത്തിന്റെ സംസ്കാരം മറ്റൊരു കുടുംബത്തിന്റെ സംസ്കാരമായിട്ട് യോജിച്ചു പോകുന്നതല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഈ പരസ്പരമുള്ള പോക്കുകൾ ഒഴിവാക്കി. പരസ്പരമുള്ള പോക്കുകൾ ഒഴിവാക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് വെച്ചാല്, ഒന്ന്, ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാകുമോ? ഇപ്പൊ ഞാനിവിടെ കമ്മ്യൂണായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ശേഷം എന്റെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രശ്നമാണ്. ഇവിടെ എപ്പോഴും ദിവസവും കുറച്ച് ആളുകൾ വന്ന് താമസിക്കും. ആദ്യമൊക്കെ എന്റെ കൂടെ സ്ഥിരമായിട്ട് കുറെ പേര് താമസിക്കും. പിന്നെ ദിവസവും കുറച്ചു പേര് വന്ന് താമസിക്കും. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിന് ചെലവില്ലേ? ചോദിക്കുന്നതാ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ചെലവില്ലേ? അവരൊക്കെ നമ്മുടെ പ്രൈവസിൽ, അവരെല്ലാം വന്നു കഴിഞ്ഞാൽ അടുക്കളയിലാണ് കയറിയിരിക്കുക. നമ്മൾ ഒരുമിച്ചാണ് പാചകം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഡിസ്കഷൻസ് ഒക്കെ അടുക്കളയിലേക്ക് കയറ്റുകയും. അപ്പം ഈ നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മറ്റൊരാളുടെ പ്രൈവസി അവരനുവദിച്ച് തരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്കുണ്ടാവുക, നമ്മൾ അവരുമായിട്ടൊരു ഇഴചേരലാണ്, ഇഴുകലാണ്. ആ ഇഴുകലിന്റെ നിർധരണി അല്ലെങ്കിൽ ആൽഗരിതം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന്റെ ഭാഗമായി തീരും. ഈ അവസ്ഥയാണ് ആധുനിക കാലത്തെ ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് നഷ്ടമാകുന്നത്. ബുദ്ധിമുട്ടാകില്ലേ എന്നുള്ള ചോദ്യം, അവർക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് അവർക്ക് വരാൻ കണ്ടത് എന്ന് ഒരു പിറുപിറുക്കൽ ഇവിടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ആതിഥ്യം എന്നുള്ള ആ ഒരു സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരം നമുക്ക് നഷ്ടമാകുന്ന സമയത്ത് നമ്മുടെ ആൽഗരിതം ആ രൂപത്തിൽ ക്രമപ്പെടും. ആതിഥ്യം എന്നുള്ളൊരവസ്ഥ പരനെ, ഒരു പക്ഷേ അപരനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ എന്നുള്ളത് പൂർണ്ണമാകുന്നത് പരനും ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ അപരനും ചേരുമ്പോഴാണ്. ഈ പരൻ, ഇത് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവയുടെ അർത്ഥം ചോദിക്കും. എന്റെ തന്നെ ഭാഗമായിട്ട് കുറച്ച് ദൂരെ നിൽക്കുന്നതാണ് പരൻ. ഞാൻ തന്നെയാണ് അത്, പക്ഷെ എന്റെ കൂടെയല്ല, അല്പം ദൂരെയാണ് നിൽക്കുന്നതാണ് പരൻ. അതുമല്ലാതെ അന്യനായി നിൽക്കുന്നതാണ് അന്യനായി പോയ ആളാണ് അപരൻ. ഈ അപരനും കൂടെ ചേരുമ്പോഴാണ് ഞാൻ പൂർണ്ണമാകുന്നത് എന്നതാണ് പ്രകൃതിയുടെ സംവിധാനം. ജൈവ വൈവിധ്യം നിലനിൽക്കുന്നത് തന്നെ ഈ പാരസ്പര്യത്തിലാണ്. നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുന്ന വ്യവസ്ഥാ നിയമം തന്നെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ജീവജാലിക എന്ന് പറയുന്നത് ഈ പാരസ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ്. ഈ പാരസ്പര്യം എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ സസ്യങ്ങളുമായിട്ട്, സൂക്ഷ്മജീവികളുമായിട്ട് ചെലുത്തുന്ന സമയത്താണ് നമുക്കിവിടെ നിലനിൽപ്പുണ്ടാവുക. ഇതിന്റെ പ്രാഥമിക വിദ്യാലയമാണ് ഈ വിരുന്നുപോക്കിലൂടെ നമ്മൾ സ്വായത്തമാക്കിയിരുന്നത്. നമ്മുടെ സംസ്കാരത്തിനും അതീതമായിട്ടുള്ള കാര്യങ്ങളുടെ അകത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ജീവിതാനുഭവങ്ങൾ, നമ്മൾ അവരുടെ ജീവിതത്തിന്റെ സ്വകാര്യതകളുടെ അകത്തുകൂടെ കടന്നു പോകാൻ അവരനുവദിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, അത് നമുക്ക് നൽകുന്ന സുരക്ഷ, അത് നമുക്ക് നൽകുന്ന വ്യാപ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് കിട്ടിയിരുന്നു. ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ അത് കുടുംബങ്ങളെ കാർന്നു നിന്നപ്പോൾ, ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ, തൊഴിൽ വ്യവസ്ഥയിലൂടെ നമ്മൾ നിരന്തരമായിട്ട് പോകാൻ തുടങ്ങി. ഭാര്യയ്ക്കും ഭർത്താവും 2 ജോലി, 2 ബാങ്ക് അക്കൗണ്ട്, 2 മൊബൈൽ ഫോൺ, 2 വാഹനം, 2 ബന്ധങ്ങൾ, 2 ജീവിതം തന്നെ ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനിടയിൽ പിറന്നു വീഴപ്പെടുന്ന കുട്ടികൾക്ക് വ്യക്തിപരതയാണ് ജീവിതം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നു. ഭൗമ മനഃശാസ്ത്രം അനുസരിച്ച്, അല്ലെങ്കിൽ ഭൗമ ജൈവശാസ്ത്രം അനുസരിച്ച് ഈ പരസ്പരാനന്ദ ജാലികയുണ്ടല്ലോ, ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ജാലികയുണ്ടല്ലോ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഈ നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണിത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അഥവാ വല്ലവരുടെയും ബ്രേക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ഒരു ആശയം നമ്മുടെ തലയിലേക്ക് കഴിഞ്ഞ കാലത്ത് ഇട്ട് തന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ എന്നുള്ളത് പൂർണ്ണമാകാൻ, എന്റെ തൊഴിൽ, എന്റെ വരുമാനം, എന്റെ സൗകര്യങ്ങൾ, എന്റെ വീട്, എന്റെ ഉപകരണങ്ങൾ എന്ന് തുടങ്ങിയ ആ ഞാൻ എന്നുള്ള ചെറിയ വട്ടത്തിനകത്ത് മാത്രം മതിയെന്നും അതിനു വേണ്ടുന്ന ഘടകങ്ങൾ കിട്ടാൻ ഒരു പൊതുവ്യവസ്ഥ അല്ലെങ്കിൽ പൊതുവിതരണ വ്യവസ്ഥ, അതോറിറ്റേറിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വ്യവസ്ഥയിൽ നിന്നും എനിക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുന്നത്.
ആധുനിക കാലത്തെ ആളുകളെല്ലാം അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അതിനു പകരം നമ്മൾ പരസ്പരാനന്ദത്തിന്റെ ഒരു അവസ്ഥയിൽ ഞാൻ ആകണമെങ്കിൽ എന്റെ ബന്ധുക്കൾ ചുറ്റുമുണ്ടാകണം. രക്തബന്ധുക്കൾ, രക്തത്തിലൂടെ അല്ലാതെ വരുന്ന ബന്ധുക്കൾ, ഇവർ എന്റെ ചുറ്റുമുണ്ടാവുകയും എന്നെ കേൾക്കാനും എന്നോട് പറയാനും ആളുകൾ ഉണ്ടാവുകയും അവരുടെ ജീവിത സംസ്കാരത്തിലൂടെ, അവരുടെ ഭക്ഷണ സംസ്കാരത്തിലൂടെ, അവരുടെ ജീവിത വ്യവഹാര നിയന്ത്രണത്തിന്റെ സംസ്കാരത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് എന്നിലുണ്ടാകുന്ന പൂർണ്ണത, എന്നിലുണ്ടാവുന്ന ആ ജൈവതയുടെ സമ്പൂർണ്ണാവസ്ഥ അതുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് എനിക്കില്ലാതെ പോകുന്നു. ആ ഒരു തിരിച്ചറിവില്ലാതെ പോകുമ്പോൾ മനുഷ്യരോട് പോലും പ്രോപ്പറായിട്ട് ഇടപെടാൻ പറ്റാതെ പോകുന്ന ഞാൻ എങ്ങനെയാണ് എന്റെ പരിസ്ഥിതിയോട്, എന്റെ പരിസരത്തോട്, എന്റെ പരിസരത്തുള്ള മറ്റു ജീവജാലങ്ങളോട്, അചരങ്ങളോട് ശരിയാം വിധം ഇടപെടാൻ എങ്ങനെയാണ് എനിക്ക് കഴിയുക? കാരണം എനിക്ക് അതിന്റെ, അതായത് ഈ ഇടപെടലിന്റെ ശരിയായ രീതിയിൽ ആ ജാലികയുടെ ഭാഗമായി വലക്കണ്ണിയാകാനുള്ള എന്റെ ആ ഒരു വ്യാകരണമുണ്ടല്ലോ, ആ വ്യാകരണം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ ചുറ്റുപാടുകളുമായിട്ട് ഞാൻ ചേർത്ത് പോവുക? ആ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക അതോറിറ്റേറിയൻസ് ഇട്ട് തരുന്ന ശമ്പളത്തിനും പൈസ കഷ്ണങ്ങൾക്കും അപ്പക്കഷ്ണങ്ങൾക്കും മുമ്പിലായിരിക്കും. അതിനെ ഞാൻ ആശ്രയിക്കും, അതിനെ മാത്രമേ ഞാൻ ആശ്രയിക്കൂ. അതിനെ മാത്രം ആശ്രയിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. നമ്മൾ ഈ നമ്മുടെ സത്സംഗങ്ങളിലും സഹവാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഈ കൈകോർത്ത് നിൽക്കുക എന്നുള്ളതാണ്. പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന സമയത്ത് പലർക്കും വിഷമമാണ്. ഈ കൂടെ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്നു, പലതരം ഹൈജീൻ സിറ്റുവേഷനിൽ നിന്ന് വരുന്നവർ, പല സംസ്കാരത്തിൽ നിന്ന് വരുന്നവർ, പല കാഴ്ചപ്പാടുകൾ, ഇവരൊക്കെ കൂടെ എങ്ങനെ കൈകോർത്ത് നിൽക്കുക എന്നുള്ളത്. നമ്മളവിടെ സഹവാസങ്ങൾക്ക് നമ്മൾ കിടന്നുറങ്ങുക, എല്ലാവരും കൂടെ പായ നിരത്തിയിട്ടിട്ട് എല്ലാവരും കൂടെയാണ് കിടന്നുറങ്ങുക. അതെങ്ങനെയാണ് അങ്ങനെ ഒരുമിച്ച് കിടന്നുറങ്ങുക? ആണും പെണ്ണും ഒരുമിച്ച്, പല കുടുംബങ്ങളിലുള്ളവരെങ്ങനെയാണ് ഒരുമിച്ച് കിടന്നുറങ്ങുക? പലരും ചോദിക്കാറുണ്ട്. തിരിച്ചു പോകുമ്പോൾ ആ ചോദ്യം മാറാറുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് ഇത്രയും സുരക്ഷിതമായ ഒരു ഉറക്കം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ പോകും. എന്റെ കുഞ്ഞിനെ നോക്കാൻ ഞാൻ തന്നെ നോക്കണ്ടല്ലോ, ഇവരെല്ലാരും നോക്കിക്കോളും, എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയില്ലെങ്കിലും ഇവിടെ അവർ സുരക്ഷിതരാണെന്നുള്ള അവസ്ഥയിലേക്ക് പോകും. നമ്മൾ ഈ കൈകോർത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ജീവിതത്തിന്റെ ഒരു ഉറപ്പുണ്ട്. അപ്പോ എന്റെ അവിടുത്തെ കണക്ഷൻ പോയ പോലെ എന്റെയും കണക്ഷൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മൾ ഈ ജീവജാലികയുടെ പ്രത്യേകത, ജീവൻ എന്ന് വെച്ചാൽ സ്വയം നിർദ്ധാരണ സംവിധാനമാണ്. ഈ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ ബിൽഡ് ചെയ്യുക, നമ്മുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുക, നമ്മുടെ ക്രിയേറ്റിവിറ്റി സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ജൈവ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ ഓരോ ജീവിയും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും, ഞാനും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്, അതിന്റെ ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ വ്യവസ്ഥാ നിയമം മനസ്സിലാവണം. അപ്പോ അങ്ങനെയുള്ളപ്പോ ആ ജീവജാലിക എന്ന് പറയുന്നത് ഈ ജീവവസ്തുക്കൾ തമ്മിൽ ജീവഘടകങ്ങൾ തമ്മിൽ ആ വ്യവസ്ഥയെ ഉരുവാക്കുന്ന, ഉപരിവ്യവസ്ഥയായ ഗയ്യയെ അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥയായ ഭൂമിയെ ഉരുവാക്കുന്ന ഘടകങ്ങളായ ഓരോന്നും തമ്മിലുള്ള പാരസ്പര്യം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട, സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, ജീവന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആ ജീവന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ജാലികയെ രൂപവൽക്കരിക്കുന്നതിൽ ഈ വിരുന്നുപോക്കെന്ന് പറയുന്നതിന് വല്ലാതെ പ്രാധാന്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു വീട്ടിലേക്ക് പോകുന്നു, ആ വീടിന്റെ സംസ്കാരത്തിലേക്കാണ് നമ്മൾ കയറുന്നത്, ആ വീടിന്റെ ജൈവതയിലേക്കാണ് നമ്മൾ കയറുന്നത്. ആ വീടിന്റെ സംസ്കാരത്തിലേക്കും ജൈവതയിലേക്കും നമ്മൾ കയറുന്നത് നമ്മുടെ ജൈവതയും നമ്മുടെ സംസ്കാരവും ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ എന്റെ യുക്തി, എന്റെ കാഴ്ചകൾ, എന്റെ വ്യക്തിപരത ഇത് എന്ത് തന്നെയാണെങ്കിലും ഞാനതിനെ അല്പമെങ്കിലും ലളിതവൽക്കരിച്ച് ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് അവിടെ അനുയോജ്യമായി നിൽക്കാൻ കഴിയുള്ളൂ. ആ അനുയോജ്യത ഉണ്ടാകാതെ വരുന്നത് ഞാൻ വ്യക്തിപരതയിൽ ജീവിക്കുമ്പോഴാണ്. എന്റെ വ്യക്തിപരതയെ അഴിച്ചു കഴിയുന്ന സമയത്താണ് എനിക്ക് ആ ജീവജാലികയുടെ ഭാഗമായിട്ട് മാറാൻ കഴിയുക. ഇതിന്റെ ഒരു പാഠശാലയാണ് വിരുന്നുപോക്ക് എന്ന് പറയുന്നത്. ജൈവജാലികയുടെ പാരസ്പര്യത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമാണ് ഈ വിരുന്നുപോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ സാധന എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള, പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധം കൃത്യമായി സംഭവിക്കുമ്പോഴാണ് പ്രകൃതി നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുക. അപ്പോ ഇത്തരം ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സാധനകൾ ചെയ്യുന്നത്.
നമ്മൾ ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഒരേ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ സാധന സംഭവിക്കും. ഇത് സാമൂഹ്യമായി സംഭവിക്കുന്നതാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് ഈ വിരുന്നുപോക്ക് എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു ഇടത്ത് പോവുകയും അവിടെ നമ്മുടെ സമയത്തെയും, അതായത് ഞാൻ എന്റെ തൊഴിൽ എന്റെ ഒക്യുപ്പേഷനിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്നതിന് പകരം ഞാൻ അവയിൽ നിന്നും മാറി എന്റെ ജീവിതത്തെ, എന്റെ ഊർജത്തെ, എന്റെ മനസ്സിനെ, എന്റെ ജീവിതാനുഭവത്തെ, എന്റെ ആർജവത്തെ, എന്റെ യുക്തിയെ, എന്റെ സ്നേഹത്തെ, എന്റെ പ്രണയത്തെ എല്ലാം തന്നെ മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരു സംവിധാനത്തിന് വേണ്ടി, മറ്റൊരു സംസ്കാരത്തിന് വേണ്ടി ഞാൻ ലളിതമാക്കുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഇഴുകിച്ചേരുന്നു. അതുമായിട്ട് ചേർന്ന് ഞാൻ എന്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്നു. ഒരു ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോകുമ്പോൾ സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നു. ചിലരൊക്കെ വിരുന്ന് പോകുന്ന സമയത്ത് കൈയും വീശിയാണ് പോവുക. എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൈയും വീശി പോകണമെന്നാണ്. അവർക്ക് സന്തോഷമുണ്ടാകാൻ പാകത്തിൽ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. ആ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകുക, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരിക. അപ്പോ ഈ വിനിമയത്തിന്റെ വിനിമയം എന്ന് പറയുമ്പോൾ നമ്മൾ പണം കൊടുത്തു മാത്രം വാങ്ങിയും കൊടുത്തും ഉള്ള ഒരു ശീലമാണ് നമുക്കുള്ളത്. ഇതിനതീതമായിട്ട് സ്നേഹം കൊണ്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു വിഭവാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ, സുസ്ഥിരതയുടെ ആദ്യ പാഠങ്ങളിൽ ഒന്നാണിത്. വിഭവാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ആ വിരുന്നുപോക്കിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഭാഷയുടെ രീതി, സംസ്കാരത്തിന്റെ രീതി, വ്യത്യസ്ത പശ്ചാത്തലത്തെ, വ്യത്യസ്ത പരിസ്ഥിതിയെ, വ്യത്യസ്ത കാലാവസ്ഥയെ പരിചയപ്പെടുന്ന രീതി, അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ അവരുടെ ജീവിത വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നത്, അതുമായി നമ്മൾ ഇഴുകുന്നത്. നമ്മളിപ്പോ ഒരു കാട്ടിലൂടെ പോവുകയാണെന്നിരിക്കട്ടെ, കാട്ടിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ കാട്ടിലൂടെ പോവുകയും കാട് നമ്മളിലൂടെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതുപോലൊരു അവസ്ഥ നമ്മളൊരു മറ്റൊരു സാഹചര്യത്തിൽ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത്, നമ്മളെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനകത്തേക്ക് പോകുന്ന സമയത്ത്, നമ്മുടെ സ്വകാര്യതയെല്ലാം അഴിച്ചു വെച്ചുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ജീവജാലികയുമായിട്ട് അനുരൂപപ്പെടുകയാണ് ചെയ്യുക. അനുരൂപനം എന്നാൽ ജ്ഞാനമാണ്. നമ്മൾ ജ്ഞാനപ്പെടുന്ന സമയമാണിത്. നമ്മൾ വഴക്കപ്പെടുന്ന സമയമാണിത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ജൈവജാലികയുമായിട്ട് ചേർന്ന് ഇഴുകിപ്പോകുന്ന സമയമാണിത്. ആ ഇഴുകിപ്പോകലാണ് നമ്മുടെ ജീവിതത്തിന്റെ ജീവൽ വ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാനമായി മാറുന്നത്. ആ അടിസ്ഥാനത്തെ മനസ്സിലാക്കാനുള്ള ഒരു സ്കൂളാണ്, ഒരു വിദ്യാലയമാണ് വിരുന്നുപോക്ക് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പൊ അത്തരത്തിലൊരു യാത്ര നിങ്ങൾ പോകാറുണ്ടോ? പോകാറില്ലെങ്കിൽ അതിനൊരു ഇടം കണ്ടെത്തുക. വാരത്തിൽ ഒരു തവണയെങ്കിലും, വർഷത്തിൽ ഒരിക്കലല്ല, വാരത്തിൽ ഒരു തവണയെങ്കിലും അയൽപക്കത്തേക്കെങ്കിലും പോവുക. നിങ്ങൾ തൊഴിലിന് പോയി വേറൊന്നും നോക്കാൻ, ജീവിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് അയൽപക്കത്തേക്ക് ഒന്ന് പോകുക. വാരത്തിൽ ഒരു തവണയെങ്കിലും അയൽക്കാരുമായിട്ട് ബന്ധം വെക്കുക. ആധുനിക കാലത്ത് അതിന്റെ ആവശ്യമില്ല. ഒരു ഫോൺ വിളിച്ചാൽ പോരെ എന്ന് ചിന്തിക്കേണ്ട. നേരിട്ട് പോവുക. പോകുമ്പോൾ എന്തെങ്കിലും ചെറു സമ്മാനങ്ങൾ കൊണ്ടുപോകുക. മാസത്തിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും ബന്ധു വീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ പോയി താമസിക്കുക. താമസിക്കുന്നതിന് മുമ്പ് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവരുമായിട്ടൊരു ചെറിയ ചർച്ച ഉണ്ടാവുന്നത് നന്നായിരിക്കും. കാരണം അവരും ഈ ലോകത്ത് മുഴുകിപ്പോയവരാണല്ലോ. അവരെയും തിരിച്ച് അവരുടെ ശ്രദ്ധയെ ഇതിലേക്കൊന്ന്, ഈ ജൈവതയിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം അവിടേക്കൊന്ന് പോയി താമസിക്കുക. കുട്ടികളെ ഇടപഴക്കുക. അവിടുത്തെ ഹൈജീനെ കുറിച്ച്, അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച്, അവിടുത്തെ എന്താ പറയുക, നമ്മുടെ ഭക്ഷണ രീതിയുമായിട്ട് ചേരാത്തൊരു ഭക്ഷണ രീതിയെ കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട. അവരത് പഠിക്കട്ടെ, അവരത് അറിയട്ടെ. നമ്മളും അതുമായിട്ട് ഇഴുകുക. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് അവിടെയൊക്കെ പോകുന്ന സമയത്ത് അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതിനെടുത്ത് ദൂരെ കളയുക. അവരെന്തോ വിചാരിക്കട്ടെ. അവരുടെ വിചാരങ്ങളിലല്ല നമ്മുടെ ജീവിതം. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് നമുക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ ഹൃദയത്തിലേക്ക് ഇഴുകിപ്പോകുന്ന അത് വെറും ഒരു പറച്ചിലല്ല കേട്ടോ. അവരുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവും എന്നുള്ളത്. ഇത് ജൈവമണ്ഡലം അകത്തേക്ക് കയറുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം ആ ജൈവമണ്ഡലങ്ങൾ പരസ്പരം കോർത്തിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ അത് നമ്മുടെ ജീവിതത്തിന് അതാത് സമയങ്ങളിലുള്ള സാന്ദർഭികമായിട്ടുള്ള പൂർണ്ണത നൽകും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ കുറേയേറെ സമയം നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആ വ്യക്തിഗത ജീവിതവും വ്യക്തിഗത പശ്ചാത്തലവും വിട്ടിട്ട് വെളിയിൽ വെളിയിൽ വെച്ചാൽ പൊതുലോകത്ത് പൂരം കാണാൻ പോയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. നമ്മളെപ്പോലുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കൂടെ കയറി പോവുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല പോകേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി, അവരെ കേൾക്കാൻ വേണ്ടി. അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയിക്കാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് 100 കാര്യങ്ങൾ പറയണം. അപ്പൊ ഞാൻ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്റെ ബന്ധുവീടുകളിൽ പോകുന്ന സമയത്ത് ഞാൻ അവരൊന്നും പഠിപ്പിക്കാറില്ല. അവരോട് പറയും, കുറെ കാര്യങ്ങൾ പറയും, അത് ഞാൻ കേൾക്കും, അതിന്റെ കൂടെ അങ്ങ് കൂടും. അത് കൂടിയാൽ മതി, അതിന്റെ കൂടെ കൂടിയാൽ മതി, അവരിൽ ഒരാളായാൽ മതി. അവരിൽ ഒരാളാവുന്ന സമയത്താണ് നമുക്ക് ആ ജൈവതയുടെ അനുരൂപനത്തിന്റെ ആൽഗരിതം, ആ നിർദ്ധരണി നമുക്ക് മനസ്സിലാവുക. ആ നിർദ്ധരണി മനസ്സിലാവുന്നത് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലാണ്.
ആ ന്യൂറൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പാറ്റേൺ, നമുക്ക് അനുരൂപപ്പെടാനുള്ള ആ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയുമായി, പരിസരവുമായി, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളുമായിട്ട്, നമ്മളെ ഈ ഭൗമ സംവിധാനവുമായിട്ട്, ഉപരിവ്യവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആൽഗരിതമായിട്ട് നമുക്ക് മാറുക. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു തുറവി നിങ്ങളിൽ ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവതരണം ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ മേലിലുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, അതുവഴിയാകട്ടെ മുൻപോട്ട് പോകുക. സംശയങ്ങളുള്ളവര് ഒരു ചോദ്യചിഹ്നം ഇടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.